എല്ലാവരും സുഖമല്ലേ? ഇന്ന് തലശ്ശേരി ബിരിയാണീൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. തലശ്ശേരി ബിരിയാണി എപ്പോഴും ലൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അതിനകത്ത് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം നമുക്ക്. ഈ മസാല തന്നെ ഗരം മസാലയായിട്ട് വേറെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യം സാജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ, കാരവേ സീഡ്സ് എന്ന് പറയും. പിന്നെ പെരുംജീരകം 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 2 കഷ്ണം പട്ട, ഒരു 3-4 ബേ ലീവ്സ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 3/4 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 2 ജാതിപത്രി, ഒരു വലിയ ജാതിക്ക, 2-3 സ്റ്റാർ ആനീസ് അല്ലെ തക്കോലം, പിന്നെ 1 ടേബിൾ സ്പൂണ് കാടമം, കറുത്ത കാടമം ഒരു 3-4 എണ്ണം, പിന്നെ ഓപ്ഷണലായിട്ട് ചുക്ക് ഇട്ടിട്ടുണ്ട്. ചുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് കസ്കസാണ്. ഈ കസ്കസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാണ്. കാരണം പറഞ്ഞ പോലെ ഈ മസാല ഞാൻ വേറെ പലതിനും യൂസ് ചെയ്യുന്നതുകൊണ്ട് ബിരിയാണിക്ക് മാത്രമേ നമുക്ക് കസ്കസ് വേണ്ടുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെക്കുകയാണ്. ആദ്യം ഒരു നല്ല ചൂടായ ചട്ടിയിൽ ഈ കട്ടിയുള്ള സ്പൈസസ് എല്ലാം നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതിലിപ്പം ജാതിക്ക ഇട്ടിട്ടുണ്ട്, പട്ട ഇട്ടിട്ടുണ്ട്, ചുക്കും ഇട്ടിട്ടുണ്ട്. ആദ്യം അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റാർ ആനീസ് ഇടാം. അതൊന്ന് ചൂടാകുമ്പോൾ നല്ല സ്മെല്ല് റിലീസാവും. അന്നേരം നമുക്ക് ബാക്കി ഓരോന്ന് കട്ടി കുറഞ്ഞ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇടാം. ഇനി നമുക്ക് ഏലക്കായ, കറുത്ത ഏലക്കായ ഇല്ലെങ്കിൽ സാരില്ല, മറ്റേ സാധാരണ ഏലക്കായ കുറച്ച് ജാസ്തി ഇട്ടാൽ മതി. പിന്നെ മെയ്സ് ഇട്ടു, ജാതിപത്രി, അത് ടോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ജീരകങ്ങൾ ആഡ് ചെയ്യാം. പെരുംജീരകം, സാജീരകം, ഗ്രാമ്പൂ, കുരുമുളക് ഇതൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് ബേ ലീഫ് ഇടാം. ഇതൊക്കെ എന്നിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുക വേണ്ടത്. മിക്സിയിൽ നല്ല ഫൈനായി പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി ചട്ടി ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ ആ പൊടീനെ ഒന്നും കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കും. എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ വെച്ചിട്ട്. ഈ ബേ ലീഫ് ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി തണിയാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്രേഗ്രൻസ് ഉണ്ടാവും. വീട് മുഴുവനും നല്ല സ്മെല്ലായിരിക്കും. നമുക്ക് സൈഡിൽ കസ്കസ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. സെപ്പറേറ്റ് ആയി ടോസ്റ്റ് ചെയ്യാണ്. കാരണം ബിരിയാണിക്ക് മാത്രമേ എനിക്ക് ഈ കസ്കസ് വേണ്ടുള്ളൂ. കസ്കസ് ഒരു കൊഴുപ്പ് തരും ബിരിയാണിക്ക്. അപ്പോൾ കറിക്കൊക്കെ യൂസ് ചെയ്യുമ്പം ഇത് വേണ്ട എനിക്ക്. അത് കാരണമാണ് കസ്കസ് സെപ്പറേറ്റ് ആയി പൊടിച്ചെടുക്കുന്നത്. ആദ്യം ഒന്ന് നല്ലോണം ചൂടാക്കിയെടുക്കുക, എന്നിട്ട് അതിനെ പൊടിച്ചെടുക്കാം. ആ ചൂട് ചട്ടിയിൽ തന്നെ ഞാൻ ആ നേരത്തെ പൊടിച്ചു വെച്ച മസാലക്കൂട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ്. ഗ്യാസ് ഓഫാണ്. ഒന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിനി പരത്തി വെക്കാം തണിയാൻ വേണ്ടിയിട്ട്. തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് ഫ്രീസറിലേക്ക് ഇട്ടാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. മേലെ വെച്ചാലും മതി, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ അതെടുത്ത് പുറത്ത് വയ്ക്കാൻ പാടില്ല. എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇത് കസ്കസിനെ പൊടിച്ച് വെച്ചു. അത് സെപ്പറേറ്റ് ആയി ഞാൻ വെക്കുകയാണ്. അത് ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്ന കാരണം അതും കസ്കസ് പൊടിച്ചതും ഈ മസാലയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണിയിൽ ഇറച്ചിൻ്റെ അകത്തേക്ക് മാരിനേറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.